നാഗപരിഹാരങ്ങൾ ചെയ്യാൽ ആയില്യം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ അങ്ങോട്ട് കർക്കിടകമാസത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നൊരു സമയമാണ് ഈ വരാൻ പോകുന്ന സമയം. അവസാനം ഈ സഹോദരനെ കല്യാണം കഴിക്കാനുള്ള അവസ്ഥ വന്നപ്പോൾ സഹോദരന് സമ്പാദ്യമില്ല. ഈ ഒരു വീടിന് വേണ്ടി അച്ഛനമ്മമാർ വാർദ്ധക്യരായി. ഈ ഒരു വീടിന് വേണ്ടി 3 സഹോദരിമാരും തമ്മിൽ അച്ഛനമ്മമാരോട് വഴക്കിടുകയാണ്. ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനമ്മമാരെയും കൊണ്ട് എങ്ങോട്ട് പോകണം സ്വാമി? നമസ്കാരം. നാം നിസ്സാരമാക്കി കളയുന്നതൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ വളരെ ഭീകരമായ ഒരു ദുരന്തമായി നമ്മുടെ മുമ്പിൽ തന്നെ വന്നെത്താറുണ്ട്. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, നമ്മൾ നിസ്സാരമായി കളയുന്നത് ഇല്ലേ? ഇപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു നാഗം നമ്മുടെ മുമ്പിൽ പണമുയർത്തി നിന്നാൽ, നാഗത്തെക്കുറിച്ച് അത്രയും വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടി ഭയത്തോടു കൂടി ചിലർ വഴിമാറി നടക്കും, ചിലർ അതിനെ ഭയത്തോടു കൂടി തന്നെ അതിനെ അടിച്ചു കൊല്ലും. അപ്പോൾ നമ്മുടെ ജീവനോടുള്ള ഒരു ഭയമാണ് ഇല്ലേ? നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവനുള്ള മറ്റൊരുന്നിനെ തല്ലിക്കൊല്ലുന്നു. അപ്പോൾ നമ്മുടെ ജീവനോടുള്ള ഭയം, മുമ്പിൽ ജീവനുള്ള മറ്റൊന്നിനെ നമ്മൾ കൊല്ലുന്നു. അപ്പോൾ എൻ്റെ ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ കമൻസുകൾ അധികം ശ്രദ്ധിക്കാറില്ല. നോക്കുമ്പോൾ ഇവിടെ കോഴിയെ കൊല്ലുന്നു, പിന്നെ പന്നികളെ കൊല്ലുന്നു, ഇങ്ങനെ പലതിനെയും കാളകളെ കൊല്ലുന്നു, പലതിനെയും കൊന്നു തിന്നുന്നവരെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് സ്വാമി ഇങ്ങനെ ഇരുന്ന് ഈ കൊല്ലുന്നതിനെക്കുറിച്ച് പറയുന്നത്? കൊന്നു തിന്നവർക്കെന്നും കൊല്ലുന്നവർക്കും ചിക്കൻ വിൽക്കുന്നവർക്കും ഒന്നും യാതൊരുവിധ കുഴപ്പവുമില്ല. ഇതെല്ലാം വെറുതെ പറഞ്ഞ് സമയം കളയാതെ സ്വാമിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ചില കമൻസുകൾ ഇതിൻ്റെ അടിയിൽ കണ്ടു. അവരവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആവാം ഇല്ലേ? ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇന്ന് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, 2 ദിവസം മുമ്പ് കാക്കകളെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തു. ഇന്നലെ ഉപ്പനെ ചെയ്തു. ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും നിരവധി ആൾക്കാർ ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വാമി ഇതാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ. എല്ലാത്തിനൊന്നും പരിഹാരങ്ങളില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്താ സ്വാമി പരിഹാരം? ഇങ്ങനെ സംഭവിച്ചു പോയി, എന്താണ് പരിഹാരം? ചിലർ ഇതിനെ വിശ്വാസമില്ലായ്മയുടെ പേരിൽ വെറുതെ കളയും, ചിലർ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വെറുതെ കളയും. പക്ഷേ ഒരു സത്യമുണ്ട്, നമുക്ക് ഒരു ജീവങ്ങൾ, എന്തിനാ ഒരു മരം പോലും വെട്ടുന്നത്? മരം വെട്ടുമ്പോൾ അതിൻ്റെ കറ വരും അല്ലേ? അതിൻ്റെ ശിഖരങ്ങൾ ജീവനുള്ളത് മാത്രമേ വളരുകയുള്ളൂ അല്ലേ? ഒരു മരം നമ്മളങ്ങ് മുറിച്ച് കളയും, അതിന് ജീവനില്ല എന്ന് വിചാരിക്കും. പക്ഷേ ജീവനുള്ളതല്ലേ വളരുകയുള്ളൂ, ജീവനുള്ളതല്ലേ പൂക്കുകയുള്ളൂ. അപ്പം നമ്മൾ ജീവനുള്ള ഒരു മരത്തെ നമ്മൾ നശിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദോഷം ജന്മജന്മാന്തരങ്ങളാണ്. ഒരു ജന്മത്തിൻ്റേതല്ല, പല ജന്മങ്ങളിൽ പലതായി നമ്മളിലേക്ക് വന്നു ചേരും എന്ന് പറയുന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. എനിക്കറിയാവുന്ന എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര പ്രശസ്തമായിരുന്ന പല തടിക്കടകളും വനത്തിൽ നിന്നൊക്കെ ഫോറസ്റ്റിലൊക്കെ മരം വെട്ടിക്കൊണ്ടുവന്ന് വിറ്റിരുന്നവർക്കൊക്കെ തന്നെ ക്രമേണ അതിൻ്റെ വംശത്തുണ്ടാകുന്ന പലവിധ ദോഷങ്ങളുമായിട്ട് ഇല്ലാതായി പോവുക. ഒരുപാട് തടിക്കടകളെക്കുറിച്ച് എനിക്കറിയാം, തടി കച്ചവടക്കാരെക്കുറിച്ചറിയാം. പണമൊക്കെ ഉണ്ടാകും, പക്ഷേ വംശത്തിനുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ പലതും അന്വേഷിച്ചു. എന്താണ് ഇവിടെ പണ്ടൊരു തടിക്കട ഉണ്ടായിരുന്നല്ലോ, അതെന്തായി? അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്ന, അത് പിന്നെ അങ്ങനല്ലേ ഉണ്ടാകുകയുള്ളൂ. ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ തെറ്റായ മാർഗത്തിലൂടെയും ശരിയായ മാർഗത്തിലൂടെയും പതിച്ചു മേടിച്ചതും പിന്നെ വെട്ടിക്കൊണ്ടുവന്നതും ഒക്കെ കടത്തിക്കൊണ്ടുവന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ പറയും. പക്ഷേ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ശാന്തമായ ഒരു ജീവിതവും ശാന്തമായ ഒരു മരണവും, അതല്ലേ ഏറ്റവും പ്രധാനം. മരണാവസ്ഥ, ആ മരണത്തിൻ്റെ അവസ്ഥയ്ക്ക് മുമ്പിൽ നമ്മൾ ഒരു ഉറക്കത്തിൽ അങ്ങ് മരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ വഞ്ചിച്ചിട്ടില്ല, ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ അന്യനുണ്ടാകുന്ന സ്വത്ത് കവർന്നെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, മറ്റൊരാളുടെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എനിക്ക് അവൻ എന്താണോ അർഹതയുള്ളത് എനിക്ക് തരാൻ കഴിയുന്നത് ഞാൻ അവനെ ഒന്ന് സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ കൊടുത്ത മുതലും ആ മുതലിന് എനിക്ക് തരാൻ പറ്റുന്ന ഒരു ചെറിയ ലാഭവും കൂടി തന്നാൽ മാത്രം ഞാൻ വളരെ തൃപ്തനാണ്. അതിനു പകരം അവൻ്റെ ദുർബലതയെ
അതുകൂടെ ചേർത്തെടുക്കാനും, അല്ലെങ്കിൽ ഒരാൾ പണം പലിശയ്ക്ക് വാങ്ങുന്നപ്പോഴാണ് അയാളുടെ ഏറ്റവും നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ അയാളുടെ കയ്യിൽ പണമില്ലെങ്കിൽ മറ്റൊരാളുടെ നിന്ന് പണം സ്വീകരിക്കും, പലിശയ്ക്ക് മേടിക്കും. അപ്പോൾ പറയുക ഇത്ര രൂപയാണ് എൻ്റെ പലിശ. ആ പലിശയും കൂടെ മേടിച്ച് എന്താണ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യും ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും ലാഭം കിട്ടും എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ആ കിട്ടുന്ന ലാഭം എന്താവും? ആ കിട്ടുന്ന ലാഭം നഷ്ടത്തിൽ കലാശിച്ചാൽ ഈ വാങ്ങുന്ന പലിശക്കാരൻ്റെ പണവും കൂടി നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഇയാൾക്ക് ഭാരിച്ച ഇയാളുടെ ചെക്കും പ്രോമിസറി നോട്ടും ഇതിലൊന്നും ഒരു കാര്യമില്ല. കോടതി വരാന്തകളിൽ കയറി ഇറങ്ങാമെന്നുള്ള അല്ലാതെ എഗ്രിമെൻറ്റിലോ ചെക്കിലൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കോടതി വരാന്തയിൽ ഒരു 4-5 വർഷം കയറി നിൽക്കാം. എഗ്രിമെൻ്റ് ഉണ്ടെന്ന് എന്ത് കാര്യം? അവൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, കോടതി ശിക്ഷിക്കും, 4-5 മാസം ജയിലിൽ പോയി കിടന്നോട്ടെ. കാരാഗ്രഹവാസം അനുഭവിക്കാൻ മനസ്സുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ കിടക്കുന്നത് കുറച്ചുകൂടെ സുരക്ഷിതമാണ്. വീട്ടിൽ കിടക്കുമ്പോൾ എന്താണ് മറ്റു കടക്കാരൊന്നും വന്ന് ചോദിക്കില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. സ്വാമി, ഞാനൊരു കടം മേടിച്ച് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല, ഞാൻ പലിശയ്ക്ക് കൊടുത്തത് ശരിയാണ്, പക്ഷേ ആ പലിശ എൻ്റെ ബിസിനസ് തകർന്നു പോയി, എൻ്റെ കൂടെ നിന്നവൻ എന്നെ വഞ്ചിച്ചു. അപ്പോൾ ആ വഞ്ചനയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, എൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഞാൻ അവന് ചെക്ക് എഴുതി കൊടുത്തിരുന്നു, അവന് എഗ്രിമെൻ്റ് കൊടുത്തിരുന്നു, അവനിപ്പോൾ എൻ്റെ വീട് അറ്റാച്ച് ചെയ്തു, എൻ്റെ വീട് ഒരുപാട് പേര് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കിടപ്പാടമില്ല, എനിക്ക് ഗൃഹമില്ല, എനിക്ക് എൻ്റെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒരു വക്കീലിന് കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് ആ കാരാഗ്രഹവാസം അനുഭവിച്ച്, ഓരോ കേസിനും കാരാഗ്രഹവാസം അനുഭവിച്ച് ഞാൻ ഈ കേസിൻ്റെ നിന്നൊക്കെ മുക്തി നേടാനാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. ഞാൻ ആദ്യം അയാളെ കാണുമ്പോൾ അയാൾ ചെയിനൊക്കെ ഇട്ട് സ്വർണ്ണ ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് വണ്ടിയിലൊക്കെ പോയി യാത്ര, പിന്നെ കാറിൽ കണ്ടു, പിന്നെ വലിയ ബിസിനസ്സിനാകാരനായിട്ട് കണ്ടു. അദ്ദേഹത്തിന് എവിടെയാണോ തകർച്ച സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി, അത് പറഞ്ഞാൽ ഒരു തീരാത്ത കഥയാണ്, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ആരെയും വിശ്വസിക്കുകയോ പണം പലിശയ്ക്കെടുക്കുകയോ ചെയ്യരുത്. പണം പലിശയ്ക്കെടുത്താൽ നമ്മൾ നശിച്ചു പോകും എന്നുള്ളൊരു കാര്യം വളരെ സത്യമാണ്. ബാങ്കാണെങ്കിൽ കുറച്ച് ബാങ്കും അങ്ങനെ തന്നെയാണ്. ബാങ്കുകാർക്ക് കുറച്ച് പിന്നെ നമുക്ക് കുറേയൊക്കെ അടയ്ക്കാനും കുറേ കാലം ഇങ്ങനെ കിടക്കും. പക്ഷേ പണം വ്യക്തികളിൽ നിന്ന് പലിശയ്ക്ക് മേടിച്ചാൽ, കൊള്ള പലിശയ്ക്കെടുത്താൽ, 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ പലിശയ്ക്കെടുത്താൽ ആ പലിശ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരികയും നമുക്ക് സർവനാശം സംഭവിച്ച് നമ്മൾ ജയിലിൽ കിടന്ന് കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള ഒരുപാട് സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പണ്ട് മുതലാളിമാരായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരുപാട് പേരുടെ പിൻതലമുറക്കാർ അനുഭവിക്കുന്ന യാതനകളൊക്കെ എന്താണ്? അർഹതയില്ലാത്ത പണം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകും കുറച്ച്, അപ്പം പണമില്ലാത്തൊരുത്തൻ കച്ചവടം തുടങ്ങും. അവന് ബുദ്ധിയും അവന് ശക്തിയും ബുദ്ധിയും ഉണ്ടാവും, അവൻ്റെ സമയദോഷം കൊണ്ട് അവൻ നമ്മളോട് യാചിക്കും. അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് അവൻ്റെ ഭീമമായ അവൻ്റെ അധ്വാനവും അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും കൂടെ നമ്മളിങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾക്കത് അവസാന കാലം ഇങ്ങനെ കിടക്കേണ്ടി വരും. ആ പണം ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അപ്പോൾ നമുക്ക് അപഖ്യാതിയും അപമാനങ്ങളും ഒക്കെ സഹിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 വർഷം കഴിയുമ്പോൾ എനിക്ക് ദശാസന്ധിയുണ്ട്. 66-ാമത്തെ വയസ്സിൽ എനിക്ക് ദശാസന്ധിയുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ എനിക്കും ഇല്ലെങ്കിൽ എൻ്റെ ടീച്ചറിനും വേണ്ടിയിട്ട് ഞാനൊരു ശവകുടീരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യംഗരാ ദേവിയുടെയും വാർത്താളി ദേവിക്കും ഇടയ്ക്കായിട്ട് ഞാനൊരു കരിങ്കൽ കൊണ്ടൊരു സമാധി മണ്ഡപം എന്ന് പറയും, ഉപാസകർ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അവിടെ ഒരെണ്ണം തീർത്തിട്ടുണ്ട്. കാരണം ശാന്തമായ മൃത്യുവിനോടുള്ള നമ്മളൊരു വീട് വയ്ക്കാൻ, സുഖകരമായി ജീവിക്കാൻ വീട് വെക്കുന്നത് പോലെ തന്നെ സുഖകരമായി അന്ത്യവിശ്രമം കൊള്ളാനായിട്ടുള്ള ഒരു കുടീരം, അല്ലേ? ഒരു കുടീരം, നമുക്കുള്ള കുടീരം തീർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് പൂർവികമായ കല്ലറകൾ ഉണ്ടാകും. ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് പറമ്പുകളുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പം ശാന്തി കവാടങ്ങളുണ്ടാകും. അത് ഇങ്ങനെ വന്നടക്കി കൊണ്ടുപോയി അത് കഴിഞ്ഞാൽ തീർന്നു. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിന്ന നല്ല കരുത്തരായിട്ടുള്ള എൻ്റെ അമ്മാവന്മാരും എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളും ഒക്കെ മരണപ്പെട്ടു പോയി. ഇപ്പോൾ അവരെ ആരും പുതിയ തലമുറയ്ക്ക് അറിയില്ല. എനിക്ക് എൻ്റെ അച്ഛനെ അറിയാം, എൻ്റെ അപ്പൂപ്പനെ അറിയാം, എൻ്റെ അമ്മാവന്മാരെ അറിയാം, പക്ഷെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ആർക്കും എന്നെ അറിയില്ല. കാരണം എനിക്കൊപ്പം ജനിച്ചവർ പോലും അവരുടെ മക്കളുടെ ഒരു വിവാഹത്തിനോ അവരുടെ ഒരു ചടങ്ങിനോ എന്നെ വിളിക്കാറില്ല. അവർക്ക് എന്നെ ആവശ്യമില്ല. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരാളെക്കുറിച്ച് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല.
ഈ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല എന്ന് ഏറ്റവും അടുത്തൊരാൾ പറഞ്ഞു. അപ്പം അത് ഉപേക്ഷിക്കപ്പെടും. ജീവിച്ചിരിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ആര് മരിച്ചാൽ എന്താണ്, ആര് ജീവിച്ചിരുന്നാൽ എന്താണ്? അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിലുള്ളതാണ്. ഒരു വയറ്റിൽ നിന്ന് വന്നവർ തന്നെ ശത്രുക്കളായിട്ട് ജീവിക്കുക, പരസ്പരം അറിയാതിരിക്കുക, പരസ്പരം വേർപെട്ടിരിക്കുക, എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും വേർപെട്ട് പോകുമ്പോൾ അന്യം വന്നു പോകുന്നവർ, അന്യം വന്നു പോകുന്ന ബന്ധങ്ങൾ. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്താണ് അല്ലേ, അമ്മ ചൂണ്ടിക്കാണിച്ച് തന്നത് അച്ഛൻ പറഞ്ഞു പഠിപ്പിക്കും. അമ്മ ഇത് അച്ഛൻ അല്ലേ, അച്ഛൻ ചൂണ്ടിക്കാണിച്ച് തരുന്നത് അമ്മാവൻ, ബന്ധുക്കൾ എല്ലാം ബന്ധുത്വം എന്ന് പറയുന്നതെല്ലാം തന്നെ നമ്മുടെ ചങ്ങലക്കണ്ണികൾ പോലെയാണ്. അതെല്ലാം ഒരവസ്ഥകളിൽ ഇങ്ങനെ പൊട്ടി പോകും. ഈ ബന്ധങ്ങളെല്ലാം തന്നെ കുമിളകളാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അല്ലേ. അതെല്ലാം നമ്മുടെയൊക്കെ വേദനകളും നമ്മുടെയൊക്കെ സുഖകരമായ ജീവിതങ്ങളും ഒക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എൻ്റെ മുമ്പിൽ ഇന്നത്തെ ദിവസം ഞാൻ മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ ഇരുന്നപ്പോൾ അവിടെ വന്ന ഒരു സഹോദരനാണ്. ഒരു സഹോദരനും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. സഹോദരിമാരെ എല്ലാം കല്യാണം കഴിച്ചയച്ചു. പ്രായമായ അച്ഛനമ്മമാർ ഈ സഹോദരൻ്റെ പണം കൊണ്ട് തന്നെ എല്ലാവരെയും കെട്ടിച്ചയച്ചു. അവസാനം ഈ സഹോദരനെ കല്യാണം കഴിക്കാനുള്ള അവസ്ഥ വന്നപ്പോൾ സഹോദരന് സമ്പാദ്യമില്ല. ഈ ഒരു വീടിന് വേണ്ടി അച്ഛനമ്മമാർ വാർദ്ധക്യരായി. ഈ ഒരു വീടിന് വേണ്ടി 3 സഹോദരിമാരും തമ്മിൽ അച്ഛനമ്മമാരോട് വഴക്കിടുകയാണ്. ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനമ്മമാരെയും കൊണ്ട് എങ്ങോട്ട് പോകണം സ്വാമി? ഞാൻ ഈ വാർദ്ധക്യം എൻ്റെ അളിയന്മാർ അവരെന്നെ കാണുമ്പോൾ വളരെ സ്നേഹത്തോട്, ഞാൻ പറഞ്ഞു അവർ അളിയന്മാരെങ്ങനെയാണ് ഈ സഹോദരിമാരെ കല്യാണം കഴിച്ച് അവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര വാത്സല്യമാണ്, അവരൊന്നും പറയില്ല. പക്ഷേ സഹോദരിമാരുടെ അടുത്ത് ചോദിച്ചു അദ്ദേഹത്തിന് അളിയന് പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അത് ചേട്ടനോട് അങ്ങനെ പറയുന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് വീട്ടിലൊരു സമാധാനവുമില്ല. നീ എന്ത് സ്വത്ത് കൊണ്ടുവന്നു? നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ആ വീട് കൂടെ നോക്കിയാണ്. എന്താണ് ഈ സഹോദരൻ വിദേശത്ത് പോയി ഉണ്ടാക്കിയ പണം കൊണ്ടുണ്ടാക്കിയ വീട്. ഈ സഹോദരൻ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. ഈ സഹോദരിമാരെ കെട്ടിച്ചയച്ചതിൻ്റെ ബാധ്യതകൾ തീർന്നിട്ടില്ല. വയസ്സായ വാർദ്ധക്യത്തിലുള്ള അച്ഛനമ്മമാരെ നോക്കിയിരിക്കുന്ന സഹോദരനോട് അമ്മയും അച്ഛനെയും ഈ സഹോദരനെ വെളിയിലാക്കിക്കൊണ്ട് ഈ വീട് വിറ്റ് അവർക്ക് പണം വേണം 3 സഹോദരിമാർക്ക്. അതിൻ്റെ ഒരു വിഹിതം വേണമെങ്കിൽ ചേട്ടനും എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ കൊണ്ട് എങ്ങോട്ട് പോകണം? അത് ഇവരാരെങ്കിലും വീട്ടിൽ നിർത്തോ? ഇല്ല. കാരണം അച്ഛൻ മൂത്രം പോകുന്ന സ്വഭാവമുണ്ട്. അച്ഛൻ കിടന്നെടുത്ത് തന്നെ മൂത്രം ഒഴിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രായ അധിക്യത്തിൽ കൊണ്ടുണ്ടായതാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, പ്രമേഹമുണ്ട്. അപ്പോൾ അതും പ്രശ്നമാണ്. അവരെ നോക്കാൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് മക്കൾക്കാർക്കും തന്നെ നോക്കാൻ കഴിയില്ല. എനിക്കും എൻ്റെ മക്കൾക്കോ ഈ വാർദ്ധക്യത്തിലുള്ള അച്ഛനമ്മമാരെ നോക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്തു ചെയ്യണം സ്വാമി? ഞാൻ അവരെ കൊന്നിട്ട് ഞാനും മരിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ദൈവങ്ങൾക്ക് എന്തു പ്രസക്തിയാണ്? ഇവിടെ ഏത് ജ്യോതിഷശാസ്ത്രത്തിനാണ് നമുക്ക് പരിഹാരത്തിലൂടെയാണ്, ഏത് തന്ത്രശാസ്ത്രത്തിലൂടെയാണ് നമുക്കിവർക്ക് പരിഹാരം കുറഞ്ഞു കൊടുക്കാൻ പറ്റുക? മനുഷ്യൻ്റെ മൂല്യങ്ങൾ മറന്നു പോകുന്നു, ബന്ധങ്ങളുടെ മൂല്യങ്ങൾ മറന്നു പോകുന്നു. ഇപ്പം എൻ്റെ തലമുറയിലേക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ബന്ധുത്വത്തിൽപ്പെട്ട ആരുടെയും പുതിയ തലമുറയിലുള്ള ആർക്കും തന്നെ സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അറിയില്ല. അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലേ? എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആവശ്യമില്ല. ഇതേപോലെ എത്രയോ കുടുംബങ്ങൾ അല്ലേ, ബന്ധങ്ങൾ, വേരറ്റുപോയ ബന്ധങ്ങൾ. നമ്മളിത് കഥയും സിനിമയൊന്നുമല്ല, ഇത് അവരോടുള്ള കൊതിക്കുറവോ പരിഭവമോ കൊണ്ടല്ല, ഒരു കണക്കിന് സന്തോഷമാണ്. നമ്മളൊന്ന് മരിച്ചു പോയാൽ, നമ്മളൊന്ന് വീണുപോയാൽ, നമ്മളൊന്ന് തകർന്ന് വീണുപോയാൽ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ എവിടെയാണ് വീഴുന്നതെന്ന് നമുക്കറിയാം ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നമ്മൾ വീഴുന്നത്, എപ്പോഴാണ് വീഴുന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? നമ്മൾ ആ സമയമാകുമ്പോൾ കൃത്യസമയത്ത് എവിടെയാണോ അവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനറിയില്ല എവിടെയാണെന്ന്. എത്രയോ പേര് ഇല്ലേ, എൻ്റെ സ്വന്തത്തിലുള്ള ഒരാൾ ഒരു പുഴക്കടവിൽ മരിച്ചു കിടന്നു. അദ്ദേഹത്തിന് 4-5 ആൺമക്കളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു പുഴയുടെ തീരത്ത് മരിച്ചു കിടന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അല്ലേ? നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരാളെ ചീത്ത പറയാം, വഴക്ക് പറയാം, എഴുതാം, അപഖ്യാതി പറയാം, അപമാനങ്ങൾ പറയാം, ഒക്കെ ചെയ്യാം. പക്ഷേ
ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മറന്നു. പിന്നെ ഒരു ബന്ധുവിൽ എത്രയോ മഹാരഥന്മാർ നമ്മുടെ ഈ മണ്ണിലൂടെ നടന്നു പോയിട്ടുണ്ട്. അവരുടേതാണെന്ന് വിചാരിച്ച മണ്ണെല്ലാം തന്നെ നമ്മുടേതായിട്ടുണ്ട്. നമ്മളുടെ കാലം കഴിയുമ്പോൾ ഇത് മറ്റാരുടെയെങ്കിലും ആവില്ലേ? മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ കേട്ടില്ലേ? ഇതൊക്കെ എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിച്ച പോലെ, എന്തിനായിരുന്നു സിംഹാസനങ്ങളെന്ന് ചോദിച്ചില്ലേ? എൻ്റെ ബന്ധുക്കളെയല്ലേ ഞാൻ കൊന്നൊടുക്കിയെന്ന് ചോദിച്ചില്ലേ? മഹാഭാരതം എന്ന് പറയുന്ന ആ പുരാണ ഇതിഹാസം, ആ ഇതിഹാസ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട മൂല്യങ്ങൾ, ജ്ഞാനപ്പാന വായിച്ചാൽ ആ ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾ, ഒരു മനുഷ്യൻ എന്താണ് ദൈവകൃതിയിലൂടെ, ഒരു ദൈവം എന്താണ് മനുഷ്യനെ ആക്കി തീർക്കുന്നത്, നിൻ്റെ കർമ്മം എന്താണ്, നിൻ്റെ കർമ്മത്തിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഇതിഹാസ പുസ്തകങ്ങളുണ്ട്. നമ്മളതൊക്കെ ഒന്ന് വായിക്കുകയും അതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മാറി സഞ്ചരിക്കാൻ കഴിയും, അല്ലേ? പക്ഷെ മനുഷ്യൻ ഇതൊന്നും തിരിച്ചറിയില്ല. എൻ്റെ ഞാൻ എന്ന ഭാവം, എൻ്റെ സ്വത്ത്, എൻ്റെ പണം, എൻ്റെ സമ്പാദ്യം, എൻ്റെ ഭൗതിക സുഖങ്ങൾ, ഇതിനപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്ത് സ്വാമിയെ ഇപ്പം ഒന്നും അറിയുന്നില്ലല്ലോ. സ്വാമി അനന്തഭദ്രം എഴുതിയതിന് ശേഷം ഒന്നും എഴുതാറൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു എഴുതാറുണ്ട്. എൻ്റെ 51ാമത്തെ പുസ്തകമാണ് ഇപ്പം രാവണരാവുകൾ എഴുതാൻ പോകുന്നത്. ഇപ്പം ഞാൻ ധൂമച്ചാമെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി, മാന്ത്രിക നോവൽ, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞുണ്ണിക്കുട്ടനും മണ്ണുണ്ണി ഭൂതം എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഒരു മാന്ത്രിക നോവൽ എഴുതുന്നു, അതും ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പത്മിനി പാലസ് എന്ന് പറഞ്ഞ പ്രേതകഥകൾ എഴുതുന്നുണ്ട്, അതും എഴുതാൻ പോകുന്നതേ ഉള്ളൂ. കുന്താപുര എന്ന് പറയുന്ന നോവൽ ഗോകുലം ശ്രീയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു, ആ പുസ്തകം എഴുതാൻ പോകുന്നു. 5 പുസ്തകങ്ങൾ എഴുതാൻ പോകുന്നുണ്ട്. എൻ്റെ 59ാമത്തെ പുസ്തകമാണ് രാവണരാവുകളോ. ഞാനിതൊന്നും വായിക്കാറില്ല. വായിക്കാത്തത് കൊണ്ടാണ് അറിയാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ സുലഭമായി വിറ്റഴിയുകയും ആ സുലഭമായി വിറ്റഴിയുന്ന പുസ്തകങ്ങൾ കൊണ്ട് ഏറ്റവും നന്നായി ജീവിക്കാൻ എനിക്കും എൻ്റെ ടീച്ചറിനും കല ടീച്ചറിനും സുഖമായി ജീവിക്കാനായിട്ടുള്ള സമ്പത്ത് ഈശ്വരൻ തരുന്നുണ്ട്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്രെയിനിൽ നിന്നുണ്ടാകുന്ന അക്ഷരങ്ങൾ ദൈവം എനിക്ക് കനിഞ്ഞു നൽകുന്ന പണമൊന്നുമല്ല. എനിക്ക് ദൈവം കനിഞ്ഞു തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, ഞാൻ വായിച്ചു കൂട്ടിയ അക്ഷരങ്ങൾ, ഞാൻ തിരിച്ചറിഞ്ഞ അക്ഷരങ്ങൾ, സമൂഹത്തിൽ ഞാൻ അറിഞ്ഞ വേദനകൾ, ഇല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ മറ്റുള്ളവരെ ജീവിതം എന്താണെന്ന് അറിഞ്ഞ് ഞാൻ പകർത്തി എഴുതാൻ പറ്റുന്നത്, ഞാൻ സഞ്ചരിച്ച മേഖലകൾ, എൻ്റെ യാത്രകൾ, ആ യാത്രകൾ എനിക്ക് പകർന്നു തന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അക്ഷരങ്ങളിലൂടെ ജീവിക്കുന്ന സുനിൽ പരമേശ്വരൻ. ഇതൊന്നുമില്ലെങ്കിലും എൻ്റെ ഇത്രയും പുസ്തകങ്ങൾ, അല്ലേ, 63 വയസ്സാകുമ്പോൾ 51 പുസ്തകങ്ങൾ എഴുതാൻ കഴിയുന്നു. കന്നഡയിൽ പോയിട്ട് 5 സിനിമകൾ ചെയ്തു, 5-6 സിനിമകൾ ചെയ്തു, 12 പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി, എത്രയോ പിന്നെ സീരിയലിൻ്റെ തിരക്കഥകൾ എഴുതി. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്ന, എനിക്ക് ചെയ്യാൻ പറ്റുന്ന, മലയാളത്തിൽ അനന്തഭദ്രവും രുദ്രസിംഹാസനവും 2 സിനിമ ചെയ്തു, എത്രയോ തിരക്കഥകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി സമയം കിട്ടുമ്പോൾ നമ്മൾ എഴുതി വയ്ക്കും. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളെന്നുള്ളതല്ല, നമുക്ക് കഴിയുന്നതൊക്കെ തന്നെ നമുക്ക് ഓരോ നിമിഷവും ഈ ഭൂമിയിൽ ചെയ്തു പോകാൻ കഴിയണം, അല്ലേ? ഓരോ നിമിഷവും നിന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നത്, നിനക്ക് എഴുതാൻ പറ്റുന്നത്, നിനക്ക് കഴിയുന്നത്, നീ ഏത് മേഖലയിലാണോ നിൽക്കുന്നത്, ഏത് മേഖലയാണോ നിനക്ക് താല്പര്യം, ആ മേഖലകൾ നീ പൂർണ്ണമാക്കി ഈ ജന്മത്തിൽ, നീ ഒരു ജന്മം ജീവിക്കുമ്പോൾ നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് അത് മുഴുവൻ നീ ചെയ്തു പോകണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അയ്യോ എനിക്ക് പണമില്ല, എൻ്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ നശിച്ചുപോയി, എൻ്റെ ബന്ധുത്വങ്ങൾ മുഴുവൻ നശിച്ചുപോയി, എൻ്റെ എല്ലാം നശിച്ചുപോയി, എനിക്കിനിത് കഴിയില്ല, ഞാൻ തളർന്ന് വീണുപോയി എന്ന് വിചാരിച്ച് നമ്മൾ തളർച്ചയുടെ അവസ്ഥകളിലേക്ക് പോയാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഒന്നും ആരും അറിയാതെ പോകും. അതിനേക്കാൾ നല്ലത് നമ്മളൊരു വിരൽ പതിപ്പിച്ച് പോകണം ഈ ഭൂമിയിൽ. എൻ്റെ പുസ്തകങ്ങളുണ്ട് 51 പുസ്തകങ്ങൾ. ഇപ്പോൾ 51 പുസ്തകങ്ങൾ ഇറങ്ങും, എല്ലാ 51ാമത്തെ പുസ്തകവും ഇറങ്ങും. അപ്പോൾ അത്രയും പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്ത് വീട്ടിൽ വയ്ക്കുക മാത്രമല്ല, ഞാനും കല ടീച്ചർ കൂടെ അത് എല്ലാ പുസ്തകങ്ങൾ മാതൃഭൂമിയിലൂടെയും SS ബുക്സിലൂടെയും അമാൻ ബുക്സിലൂടെയും കറണ്ട് ബുക്സിലൂടെയും HNCയിലൂടെയും പിന്നെ എത്രയോ ഓൺലൈൻ മീഡിയ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നന്നായി വിറ്റ്, അല്ലേ? ഞങ്ങൾക്കൊരു ഓഫീസുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്, മരുതൻകുഴിയിൽ ഒരു പുസ്തകത്തിൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ വെൺപായത്തുനിന്ന് ഇവിടെ വന്നു ആ പുസ്തകങ്ങളെല്ലാം ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ, ഞാനും ടീച്ചറും കൂടെ തന്നെ കൊണ്ടുപോയി ആൽപി പാഴ്സൽ സർവീസിൽ കൊണ്ടുപോയിട്ട് അത് അയക്കും.
അപ്പം നമ്മുടെ പുസ്തകങ്ങൾ നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ ഓറഞ്ച് പ്രിൻറ്റേഴ്സ്, തിരുവനന്തപുരത്തുള്ള ഓറഞ്ച് പ്രിൻറ്റേഴ്സിൽ ഏറ്റവും നന്നായിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഏറ്റവും ക്വാളിറ്റി ആയിട്ടാണ് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്കറിയാം. ഏറ്റവും നന്നായിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, സ്വാമി മാതൃഭൂമി ചെന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ സ്വാമിയുടേത് ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് ഒരു അലമാര പോലെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏത് പുസ്തകങ്ങൾ വാങ്ങിക്കണം എന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണെന്ന്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയതാണ് അല്ലേ. എൻ്റെ അധർമ്മഭാരതം ദുര്യോധനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും 12ാം കടഞ്ഞ ശകുനി എന്ന് പറഞ്ഞ ശകുനിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും പിന്നെ അശ്വത്ഥമാവിനെ കുറിച്ചിട്ടുള്ള ഉടയവൻ വഴി അശ്വത്ഥമാവിൻ്റെ പുസ്തകങ്ങളും പുരാണ ഇതിഹാസങ്ങളും കുട്ടികളുടെ നോവലുകളും യാത്രാ വിവരണങ്ങളും മാന്ത്രിക നോവലുകളും പ്രേതാനുഭവങ്ങളും ഒക്കെ എഴുതാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഊർജം. നമുക്കൊരു പക്ഷേ പണമൊന്നും ഉണ്ടാവില്ല, പണമോ പ്രശസ്തിയോ ബെൻസ് കാറൊന്നും നമ്മളെ കാണൂല, വലിയ രാജകൊട്ടാരങ്ങളും ഉണ്ടാവില്ല, നമ്മളൊരു കുടിലായിരിക്കും താമസിക്കുന്നത്. പക്ഷേ നമുക്കുണ്ടാകുന്ന ഊർജ്ജം, ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് പല ചെറുപ്പക്കാരും വന്ന് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല സ്വാമി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല സ്വാമി. അപ്പോൾ പകല് കിടന്നുറങ്ങും, അച്ഛനമ്മമാരുള്ള കാലം ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് എന്തെല്ലാം പാട്ട് പാടാനുള്ള കഴിവില്ലേ, നിങ്ങളെന്താ പാടാൻ കഴിയാത്തത്? നിങ്ങൾക്കെന്താ എഴുതാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലൂടെ സഞ്ചരിക്കാത്തത്? ഒന്നുമില്ല സ്വാമി, വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് എന്നെ കണ്ട ഒരു 10 ചെറുപ്പക്കാരെങ്കിലും വെറുതെ ഇരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അങ്ങോട്ട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ആശയങ്ങൾ, ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഊർജ്ജം, ആ ഊർജ്ജം പുറത്തെത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആയില്യ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണ്. ആയില്യ നക്ഷത്രത്തിന് വളരെ വിലപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ആയില്യം നാഗങ്ങളുടെ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചാൽ അയലും മുടിഞ്ഞു പോകും എന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെ അയലൊന്നും മുടിഞ്ഞു പോകത്തില്ല. നമ്മൾ ചെയ്യേണ്ടത്, ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർപ്പങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ആയില്യത്തിന് നമ്മൾ അമ്പലത്തിൽ ഇത് കൊടുക്കുക, ആയില്യങ്ങൾക്ക് നമ്മളെ സർപ്പമന്ത്രം ഓം വിനായകനെ വിശ്വനാഗ ശ്രീക്ലിം നാഗ യക്ഷി യക്ഷിന് സ്വാഹ നമഃ എന്നുള്ള നാഗമന്ത്രം 8 തവണ രാവിലെ ഇങ്ങനെ വെച്ച് ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മനസ്സ്, ശരീരം, കർമ്മം, ധനം, സാമ്പത്യം, ദാമ്പത്യം, സന്താനങ്ങൾ, ഇതിനെല്ലാം തന്നെ മാറ്റങ്ങളുണ്ടാകും. സ്കിന്നിന് മാറ്റങ്ങളുണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. സമ്പത്തുണ്ടാകും. നാഗങ്ങളെ അനുകൂലമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. അതിൽ അനന്തം വാസുകീം ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പരൻ ശംഖുപാലൻ ധൃതാക്ഷൻ ദക്ഷയൻ കാളിയന്തത ഏതാനി നമ നാമാനി നാഗനഞമനാത്മനാം സായങ്കാലേ പഠ നിത്യം പ്രാതേകാലേ വിശേഷത തസ്യ വിഷഭയാം നാസി സർവത്ര വിജയീഫൽ എന്ന നാഗമന്ത്രവും കൂടെ ജപിച്ചുകൊണ്ട് നാഗപരിഹാരങ്ങൾ ചെയ്യാൻ ആയില്യം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ അങ്ങോട്ട് കർക്കടമാസത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നൊരു സമയമാണ് ഈ വരാൻ പോകുന്ന സമയം. അതുകൊണ്ട് ആയില്യ നക്ഷത്രക്കാരുടെ പൂർവ്വജന്മ ദോഷങ്ങൾക്കുള്ള ഒരുപാട് പരിഹാരങ്ങൾ ഈ ജന്മത്തിലുണ്ടാകും. നാഗങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുക, നാഗമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നിലോട്ട് പോയാൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തടസ്സപ്പെട്ട് കിടന്ന ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ആ തടസ്സങ്ങൾക്കെല്ലാം മാറ്റം തന്നെ ഉണ്ടാകുമെന്നും ഒരു പുതിയ ഊർജ്ജം കിട്ടിയതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.